വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലേ. ഞങ്ങളിപ്പോൾ പോകുന്നത് മാഞ്ചസ്റ്ററിലുള്ള ചായ ആൻഡ് കറി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ രാത്രി 9 മണിയായാലും ഇരുട്ടത്തില്ലെന്നേ, അതുകൊണ്ട് തന്നെ സമയമൊന്നും നോക്കിയില്ല, ഞങ്ങളങ്ങ് പോയി. മെനു കണ്ടപ്പോഴേ കുറച്ച് കൺഫ്യൂസ്ഡായി. ചായയും കടിയും മാത്രം മതിയോ അതോ ഇനി വേറെ എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്യണോ എന്ന്. പിന്നൊന്നും നോക്കിയില്ല, മുളക് ബജിയും വാഴയ്ക്കപ്പവും സുഖിയനും പരിപ്പോടെയും 4 ഗ്ലാസ് ചായയും ഞങ്ങളങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ മെനു കൊണ്ട് കൺഫ്യൂസ്ഡായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഓർഡർ ചെയ്തതാണ് ഈ കിഴി ബിരിയാണി. ആ പൊതി ഒന്ന് തുറന്നേ, അതിനകത്ത് ആ ചിക്കൻ ലെഗ് പീസ് കണ്ടപ്പോൾ ഒരു സുഖം അത് വേറെ തന്നെയായിരുന്നു. എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ചിക്കൻ കിഴി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നല്ല നാടൻ ടേസ്റ്റുള്ള ചിക്കൻ കിഴി ബിരിയാണി. അതങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സംഭവം എത്തിയത്, കപ്പയും പോട്ടിയും. ഞാനത് ട്രൈ ചെയ്തില്ല, പക്ഷേ ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായി. ഞാനങ്ങനെ ഇവിടെ ഫിഷൊന്നും ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് തന്നെ മെനുവിൽ ഫിഷ് പൊള്ളിച്ചത് കണ്ടപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ വെറുതെ കഴിക്കാനായിട്ട് പോയപ്പോഴാണ് ഇവരൊക്കെ എന്നോട് പറഞ്ഞത്, പൊറോട്ടയും ഫിഷ് പൊള്ളിച്ചതും നീ കഴിച്ചിട്ടുണ്ടോ, അതെന്ത് ടേസ്റ്റാണെന്നറിയുമെന്ന്. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തൊരു ടേസ്റ്റായിരുന്നു പൊറോട്ടയ്ക്കും ഫിഷ് പൊള്ളിച്ചതിനും. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മെയിൻ താരം എത്തിയത്. ചട്ടിക്കകത്ത് ബീഫും പൊറോട്ടയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം. എന്തോ ഒരു ടേസ്റ്റായിരുന്നെന്നറിയോ ആ ബീഫിനും കറിക്കും ഒക്കെ. നാട്ടിൽ ചെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ തന്നെ. ഞങ്ങളുടെ വയറ് മാത്രമല്ല മനസ്സും നന്നായിട്ട് നിറഞ്ഞു. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ.